ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഞെട്ടിക്കുന്ന വിധി ഉണ്ടായിട്ടുണ്ട്. ഒരു അധ്യാപകനെതിരെയാണ്. അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് 111 വർഷം അല്ലെ 111 വർഷം ഈ അധ്യാപകന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ എല്ലാ കാലത്തും സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായി. അതിൽ ഏറ്റവും കൃത്യമായ ഒരു ശിക്ഷ തന്നെയാണല്ലോ ഈ അധ്യാപകന് ലഭിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം ഇത് നടന്നത് 2019 ജൂലൈ 2 ഈ സംഭവം. അതായത് തിരുവനന്തപുരം മണക്കാട് പ്രദേശത്താണ് ഇത് നടന്നത്. ട്യൂഷൻ മാസ്റ്റർക്കാണ് 111 വർഷം തടവ് വിധിച്ചുകൊണ്ട് ഇവിടെ കോടതി എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും നോക്കേണ്ടത്, കാരണം ഇപ്പോൾ ഇന്ത്യയെ നമ്മൾ എടുത്തു നോക്കിയാൽ കൂടുതലും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നേരിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. അതായത് ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. അതൊരു റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 6ാം സ്ഥാനത്താണ് ഇന്ത്യ. കാരണം ലോക രാജ്യങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇന്ത്യയിൽ എത്രത്തോളമാണ് സ്ത്രീകൾ സുരക്ഷിതരെന്ന്. അതായത് അധികാരത്തിൽ വരുന്ന എല്ലാ പാർട്ടികളും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രചരണ വാക്യമാണ് സ്ത്രീ സുരക്ഷ, സ്ത്രീ സുരക്ഷ, സ്ത്രീ സുരക്ഷ. ആ സ്ത്രീ സുരക്ഷ എത്രത്തോളം ഹനിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അടുത്തിടെ. അതായത് പശ്ചിമ ബംഗാളിൽ നടന്ന കൊൽക്കത്ത ബലാത്സംഗ കേസും അതുപോലെ തന്നെ ചെന്നൈയിൽ നടന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായതും ഇതെല്ലാം ഇന്ത്യയിലേക്കൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഒരു സ്ത്രീ പട്ടാപ്പകൽ സുരക്ഷിതയല്ല, രാത്രിയാണെങ്കിൽ അതിനേക്കാൾ സുരക്ഷിതയല്ലാത്തൊരു സമയമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതെന്തായാലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ്. ഇപ്പോഴിതാ ചേട്ടൻ പറഞ്ഞതുപോലെ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്റർക്ക് 111 വർഷം തടവാണ് കോടതി, അതായത് പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രത്യേക പോക്സോ കോടതി ജഡ്ജി രേഖയാണ് ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത്. 111 വർഷം കഠിന തടവിനും 1,05,000 രൂപ പിഴയ്ക്കുമാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് 111 വർഷം പ്രതിക്ക് തടവ് ശിക്ഷ കൊടുത്തു. എന്നാൽ പക്ഷേ പിന്നീട് പ്രതിക്കൊരു ദയാജാമ്യം പിന്നീട് ജയിലുകൾ അനുവദിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത്രയും വർഷം തടവ് അനുഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രതി 111 വർഷം എന്തായാലും ജയിലിൽ കിടന്ന് തടവ് അനുഭവിക്കാൻ പോകുന്നില്ല. പിന്നീട് ദയാ ഹർജിയായി അയാളെ പുറത്തുവിടും. അതാണ് ജയിലിൽ നടപ്പാക്കിക്കൊണ്ട് വരുന്നത്. മറ്റൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു കേസുകൾ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ ലാഗ് വരുന്നുണ്ടോ? കാരണം ഈ കേസുകൾ വളരെ വലിയ കാലത്തേക്ക് നീണ്ടുപോകുന്നു. ആ സമയമല്ല ഇതെല്ലാം പ്രതികൾക്ക് ഒരു അനുകൂലമായ ഒരു അവസ്ഥയല്ലേ ഉണ്ടാകുന്നത്. അവർക്ക് തെളിവുകൾ നശിപ്പിക്കാനും ഈ ഇരയെ തന്നെ ഭീഷണിപ്പെടുത്തുകയോ അതോടൊപ്പം തന്നെ മറ്റ് പ്രകോപനങ്ങളിലൂടെയോ എല്ലാം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുകളെല്ലാം കെട്ടിക്കിടക്കുകയാണല്ലേ ഈ കോടതികളിൽ. കെട്ടിക്കിടക്കുന്നതല്ലേ, അത് ഈ നിയമത്തിന് തന്നെ മാറ്റം വരണ്ടേ? നിയമത്തിന് തന്നെ മാറ്റം വരണം. കാരണം കോടതികളിലെ കേസുകൾ കെട്ടിക്കിടക്കുന്ന അത് എല്ലാ വർഷവും ഓരോ റിപ്പോർട്ട് പുറത്തു വരുന്നതാണ്. അതായത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ കോടതികളിലും ഒരുപാട് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്നത്. നീതിക്കായിട്ട് പോരാടുന്നവർ കുറേ പേരുണ്ട്. കാരണം ഈ ഓരോ ജഡ്ജിമാർ, അതായത് ഒരു കേസ് നോക്കുന്നത് ഒരു ജഡ്ജി ആണെങ്കിൽ വേറൊരു കേസ് നോക്കുന്നത് മറ്റൊരു ജഡ്ജി ആയിരിക്കും. നമുക്കറിയാം കോടതികളിലെ ജഡ്ജി നിയമനങ്ങളിൽ വരുന്ന മാറ്റവും പിന്നീട് ആ മാറ്റം കാരണം ആ കേസുകൾ നീണ്ടു പോകുന്നതും. ഇപ്പോൾ പോക്സോ കേസ്, ഇതൊരു പോക്സോ കേസാണ്. അതായത് +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവമാണ്. പോക്സോ കേസായിട്ട് കൂടി ഇത്രയും വർഷം എടുത്തത്. 2019 നടന്ന സംഭവമാണ്. ഇന്നിത് 2025 തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറയുന്നത് കോടതികളിൽ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പോൾ എന്തെങ്കിലും കേസ് കോടതിയിൽ വന്നാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. കാരണം ചെരുപ്പ് മാറുന്നത് മാത്രമേ ഇതിനൊരു ഇതുള്ളൂ. അല്ലാതെ കോടതിയിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു ഇന്ന സമയത്തിനുള്ളിൽ കേസ് തീർപ്പാക്കും എന്ന് കോടതികൾ ഒരിക്കലും പറയാറില്ല. കാരണം കോടതികൾ എത്ര വർഷത്തേക്കാണ് നീട്ടിവെക്കുന്നത് അത്രയും വർഷം വരെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുറകെ നടക്കണം. അതാണ് ഈ ഒരു 2019 നടന്ന ഈ ഒരു ഇത്രയും വലിയൊരു സംഭവം 2025 ഈ ട്യൂഷൻ മാസ്റ്റർക്ക് 111 വർഷം കിട്ടിയിരിക്കുന്നത്. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചായിരുന്നു അങ്ങനെ ഒരു പീഡനം നടന്നത് അല്ലേ? അതെ. ഈ +1 വിദ്യാർത്ഥിനിയെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലായിരുന്നു. പക്ഷേ വിദ്യാർത്ഥിനിയോട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ വിദ്യാർത്ഥിനിയെ വീട്ടിലെത്തിക്കുന്നത്. പിന്നീട് വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. എല്ലാ ബലാത്സംഗ പ്രതികളും ഇരകളെ ഭീഷണിപ്പെടുത്തുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ നഗ്നതാ ദൃശ്യങ്ങളും ഈ പ്രതി പകർത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കും. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ കുട്ടികളെ വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമം നടത്തി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ട്യൂഷൻ മാസ്റ്റർ ഇത്തരത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഈ കുട്ടിയുടെ അതായത് നഗ്നതാ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതുവഴിയാണ് ഈ കുട്ടിയുടെ കുടുംബം ഈ ഒരു പീഡന വിവരം പുറത്തറിയുന്നത്. പിന്നീട് ഈ കുട്ടിയുടെ കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നേരെ മറിച്ച് നോക്കേണ്ടത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടിയുണ്ട്. കാരണം ഈ വിവരം പ്രതിയുടെ ഭാര്യ അറിഞ്ഞിരുന്നു. ഈ കുട്ടി വരുമ്പോൾ തന്നെ പ്രതിയുടെ ഭാര്യയ്ക്ക് സംശയമുണ്ടായിരുന്നു. പിന്നീട് പ്രതിയുടെ ഭാര്യ പീഡന വിവരം അറിയുന്നു. ഈ പ്രതിയുടെ ഭാര്യ കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്. കാരണം ഈ പീഡന വിവരം എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല എന്ന് ഇയാളുടെ ഭാര്യ കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്. അതെല്ലാം വ്യക്തമായി റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് ഇതിൽ മനംനൊന്ത് ഇയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം കൂടി ഈ പ്രതിക്ക് മേൽ ചാർത്തിയിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പിന്നീട് ആ വിവരം അറിഞ്ഞ തൻ്റെ ഭാര്യ വരെ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ എത്രത്തോളം നിഷ്ക്രൂരനാണെന്ന് നമുക്ക് ചിന്തിക്കാം. മണക്കാട് സ്വദേശി മനോജാണ് കേസിലെ പ്രതി. ഇതിൽ പറയുന്നുണ്ട്, പ്രതി പീഡനം നടത്തി വിവരമറിഞ്ഞ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആത്മഹത്യ കുറ്റവും ഇയാൾക്കെതിരെ പോലീസ് ചാർത്തിയിട്ടുണ്ട്. പ്രത്യേക പോക്സോ കോടതി ജഡ്ജി ആ രേഖയാണ് ശിക്ഷ വിധിച്ചത്. പക്ഷേ കോടതി ഇവിടെ ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. കാരണം അധ്യാപകരെന്ന് പറയുന്നത് രക്ഷകർത്താക്കളെയും കാട്ടിയും കുട്ടികൾക്ക് കൂടുതൽ അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനും ശാസിക്കാനും ഉത്തരവാദിത്തമുള്ളവരാണ് അധ്യാപകർ. കാരണം നമുക്കറിയാം, ഗുരുവാണ്. മാതാപിതാക്കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഗുരുവാണ്. ഗുരുവിന് ശേഷമാണ് ദൈവം പോലും വരുന്നത്. അപ്പോൾ ഈ ട്യൂഷൻ മാസ്റ്റർ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒരു സംഭവം നടന്നാൽ ഈ വീട്ടിലെല്ലാം പറയുന്ന അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പണ്ടെല്ലാം ഈ വൈകുന്നേരമാണെങ്കിലും ഈ അമ്മയും അച്ഛനെല്ലാം മക്കളോട് ഈ സ്കൂളിലെ വിവരങ്ങളെല്ലാം തേടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഈ കൂട്ടുകുടുംബം എല്ലാം അവസാനിച്ച് അണുകുടുംബമായി. ഇപ്പോൾ അതുപോലുമില്ല. ഈ സ്വന്തം മക്കളുടെ പ്രശ്നങ്ങളൊന്നും പറയാൻ സമയമില്ലാത്ത ഒരു പുതിയ ഒരു കാലത്തിലേക്ക് ഈ രക്ഷിതാക്കളും മാറിയിട്ടില്ല. രക്ഷിതാക്കൾ മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാനും ചേർന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിൽ നടൻ സിദ്ദീഖിനെതിരെ ആ നടി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതി അവിടെ വലിയൊരു നിരീക്ഷണമാണ് നടത്തിയത്. കാരണം 8 വർഷത്തോളം ആ കുട്ടി അല്ലെങ്കിൽ 8 വർഷത്തോളം ഈ അതിജീവിത എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കോടതി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിജീവിത അവിടെ പറഞ്ഞ ഉത്തരം തനിക്ക് ഭയമായിരുന്നു, തനിക്ക് പേടിയായിരുന്നു. ഈ വിവരം പുറത്ത് പറഞ്ഞാൽ തൻ്റെ ജീവൻ ആപത്താകുമെന്ന് താൻ ഭയപ്പെട്ടിരുന്നു. അതാവാം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ ഇത്തരം പീഡനം നടന്നിട്ട് കൂടി ആ കുട്ടി വീട്ടിൽ അതായത് കുടുംബക്കാരോട് പറയാതിരുന്നത് കൂടി ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ സമയമില്ലല്ലോ ഇപ്പോൾ പുതിയ കാലത്ത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള സമയമില്ലാതെ വേഗത്തിൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ലോകം. അപ്പോൾ അതൊരു തിരിച്ചടിയല്ലേ ഇങ്ങനെ? അതെ, രക്ഷിതാക്കൾ തങ്ങളുടെ അതായത് രണ്ടുപേർക്കും ഇപ്പോൾ ജോലി ഉണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളും ചിലപ്പോൾ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ആയിരിക്കും നിന്ന് പഠിക്കുന്നത്. അത് ഇവിടെ പൊതുവെയുള്ള കാഴ്ചയാണ്. ചിലപ്പോൾ ഈ ബന്ധുവീടുകളിൽ നിന്ന് തന്നെ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്നവരുമുണ്ട്. പിന്നീട് ഈ പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ പീഡന വിവരം തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് വരുന്ന മാറ്റവും അതായത് ഇവർക്ക് ജോലി വേണം, അവർക്ക് ജോലി ആവശ്യമാണ്, ജോലി ചെയ്യണം, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ജോലിയിലൂടെ ഉണ്ടാകുന്ന തിരക്കും ഈ കുട്ടികളെ ശ്രദ്ധിക്കാനാകാത്തതും ഒക്കെ ഇതിനെല്ലാം കാരണമാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പീഡിപ്പിക്കുന്ന പ്രതികൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം തൻ്റെ നഗ്നതാ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഏതൊരു കുട്ടിയും അവിടെ അടുത്തെറ്റി വീഴും. കാരണം അത്രയും മാനസിക ബലമുള്ള കുട്ടികളാണെങ്കിൽ ഉടൻ തന്നെ വീട്ടിൽ പറയുന്നതായിരിക്കാം. പക്ഷേ മാനസിക ബലമില്ലാത്ത കുട്ടികളാണ് വീട്ടിൽ ചെന്നാലും ഇത് ഒളിപ്പിച്ച് വെച്ച് ചിലപ്പോൾ ഈ കുട്ടികൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചേക്കാം. അത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെന്തായാലും പുതുവർഷമായതുകൊണ്ട് ഒരു ശുഭാപ്തി ആയിട്ടുള്ളൊരു വാർത്ത തന്നെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു വാർത്ത തന്നെയാണ്. കാരണം ഈ ട്യൂഷൻ മാസ്റ്റർക്ക് 111 വർഷം തടവ് ലഭിച്ചത്. പക്ഷേ ഇപ്പോഴും പല കുറ്റവാളികളും അതായത് പല ബലാത്സംഗ കുറ്റവാളികളും ഇപ്പോഴും നാടിൽ വളരെ കൂളായിട്ട് നടക്കുകയാണ്. എത്ര ശിക്ഷ അനുഭവിച്ചാലും അവർ ഇത് തന്നെ ചെയ്യുമെന്ന നിലപാടുമായി ഉറച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്കും ഇതേ ശിക്ഷ തന്നെ ഉറപ്പാക്കണം. കർശന നടപടി തന്നെ എല്ലാ ബലാത്സംഗ കേസുകളിലും എല്ലാ പീഡന കേസുകൾക്കും പ്രതികൾക്ക് ഉറപ്പാക്കണം.